ഹായ് ഹലോ, നമുക്ക് നിന്ന് വേടനെ കാണാൻ പോയാലോ? പറപ്പിച്ച് വിടു പാപ്പ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരൊറ്റ പോക്കായിരുന്നു കേട്ടോ. ഇരുടായി തുടങ്ങിയിരുന്നു. എന്നാലും വേണ്ടില്ല, മക്കളിങ്ങനെ പറയുകയാണ്. റോഡൊക്കെ ആണെങ്കിലോ ഫുൾ ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ഇട്ടിട്ട് നിറയെ ആരാധകരായിരുന്നു. റോഡൊക്കെ ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. പാട്ട് കേൾക്കുന്നില്ലേ? വേടൻ്റെ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോൾ കാണാനെത്തുമല്ലോ, കാണാൻ കഴിയുമല്ലോ എന്നുള്ളൊരു ഇതിൽ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ദേ കിടക്കുന്നു. ഭയങ്കര തിരക്ക്, ആർക്കും കാണാൻ പറ്റാത്തൊരു വിഷമമായിരുന്നു. പിന്നെ സിജൊക്കെ വന്നിരുന്നു, അവൻ്റെ പാട്ടൊക്കെ അങ്ങനെ കേട്ടു. പിന്നെ ആ വിഷമം മാറാനായിട്ട് തന്നെ ഞങ്ങൾ മാളിനകത്തേക്ക് കയറി. അവിടെയും ചെന്നപ്പോഴോ അവിടെയും ഭയങ്കര തിരക്കായിരുന്നു. ഒന്നും നോക്കിയില്ല. പിന്നെ അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കണ്ട് പിന്നെ എക്സ്കലേറ്ററിലൊക്കെ 4 പ്രാവശ്യം കയറി ഇറങ്ങി. ഈ എക്സ്കലേറ്ററിൽ കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഒരു പേടിയാണ്. മക്കൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നത്, പക്ഷേ ഞാൻ പറ്റിച്ച് ഒരു വീഡിയോ എടുത്ത്. പിന്നെ ഞങ്ങളങ്ങനെ എല്ലായിടത്തും ചുറ്റിക്കറങ്ങി അങ്ങനെ കണ്ട്. അവിടെ കുറേ എൻ്റർടൈൻമെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കയറി. കണ്ടില്ല ഇവിടെ എന്തൊക്കെ റൈഡുകളാണല്ലേ. കുട്ടികൾ വന്നാൽ അവർക്ക് പോരാൻ തോന്നില്ല. എപ്പോഴാ പോക്കറ്റ് കാലിയാവണമെന്നാ പറയാൻ പറ്റില്ല. മക്കൾ കയറണമെന്ന് തന്നെ ഇതിലെന്ന് പറഞ്ഞ് ഇങ്ങനെ തുള്ളി കളിക്കുകയാണ്. ഇനി ഒരു ഗൺ ഷൂട്ടായാലോ? ഒന്നും അറിയാത്തത് കൊണ്ട് ഏതോ ഒരാൾ മണ്ടയ്ക്ക് കൊണ്ട് പതുക്കെ ഗണ്ണവിടെ വെച്ചിട്ട് അവിടെ നിന്നും പോന്നു. വണ്ടിയിലുള്ള ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാ. അപ്പോൾ വേടനെ കാണാനപ്പോൾ അവർ ഇങ്ങനെ കളിക്കൊണ്ടിരിക്കുക. വേടനെ കാണാനോ എന്ന് ചോദിച്ചിട്ട് നേരത്തുള്ള പോരൽ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായിരിക്കണം. ഇവിടെ എത്താനായപ്പോഴാണ് ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ മക്കളിങ്ങനെ വെറുപ്പിക്കുക, അതിൽ കയറാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പതുക്കെ അവിടെ നിന്നും സ്കൂട്ടാവാന്ന് വിചാരിച്ച്. അങ്ങനെ ഗോസ്റ്റ് ഹൗസിലൊരു ഡയലോഗില്ലേ, അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ.